ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈശോയുടെ പീഡാസഹനങ്ങളെ, കുരിശ് മരണത്തെ ഒക്കെ കൂടുതൽ ചിന്തിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യയുടെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുകയില്ല. നമുക്കറിയാം, ഏത് വിത്തായാലും മണ്ണിൽ വീണ് അഴിഞ്ഞാൽ മാത്രമേ, അഴുകിയാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ഇതുപോലെ നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും ലൗകിക മോഹങ്ങളും ജഡിക സന്തോഷങ്ങളും ഈശോയെ പ്രതി നഷ്ടപ്പെടുത്താൻ, ത്യജിക്കാൻ തയ്യാറാവുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. സഹിക്കാൻ തയ്യാറാവണം, വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ജീവിതത്തിലെ സഹനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. സഹനമില്ലാതെ, കുരിശില്ലാതെ കിരീടമില്ല. ഈശോ വ്യക്തമായിട്ടും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കണം, കുരിശുമെടുത്ത് പിന്നാലെ വരണം. ഈശോ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുണ്ടാകില്ലെന്നോ, കുരിശുകളുണ്ടാകില്ലെന്നോ, ക്ലേശങ്ങളുണ്ടാകില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈശോ പറഞ്ഞിത്രയാ, നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും, കുരിശുകളുണ്ടാകും. പക്ഷെ മോനെ, മോളെ, നീ പേടിക്കേണ്ട, അസ്വസ്ഥരാകേണ്ട, ഞാൻ നിൻ്റെ കൂടെയില്ലേ. ഈ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിലെ എത്രമാത്രം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, എത്രമാത്രം ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനുള്ളിൽ എനിക്കെല്ലാം സാധിക്കും. അതുകൊണ്ടാണല്ലോ പൗലോസ് ശ്ലീഹ റോമാലേഖനത്തിലെ 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയണത്, ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരും എനിക്കെതിരെ നിൽക്കും. 35-ാം തിരുവചനത്തിലെ പൗലോസ് ശ്ലീഹ പറയാം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താൻ സാധിക്കും? ക്ലേശത്തിനോ വാളിനോ മരണത്തിനോ ഒരു ശക്തിക്കും തകർക്കാൻ സാധിക്കില്ല. കാരണം ഗോഡ് ഇസ് വിത്ത് മീ, അല്ലെങ്കിൽ ഐ ആം വിത്ത് ഗോഡ്. ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിച്ചാൽ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും നമ്മൾ നിരാശപ്പെടില്ല, അസ്വസ്ഥപ്പെടില്ല. യോഹന്നാൻ 14:1 പറയുന്നുണ്ടല്ലോ, നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. യെശയ്യാ 41:10 വചനം പ്രകാരം വായിക്കണത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ശക്തമായ വലതുകാരം ഉപയോഗിച്ച് നിന്നെ വഴി നടത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ത്യജിക്കുമ്പോൾ, ക്ലേശങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, എൻ്റെ ഉറ്റവരും ഉടയവരും പോലെ അവനെ തള്ളി പറയുമ്പോൾ, എൻ്റെ കൂടെ നടന്ന അവസാനം എന്നെ വഞ്ചിക്കുമ്പോൾ നമ്മളൊക്കെ ആകെ ഭയചകിതരാകും, അസ്വസ്ഥരാകും, നിരാശരാകും. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ക്രൂശിതനായ കർത്താവിനെ നോക്കിക്കൊണ്ട് നിന്റെ ജീവിത സഹനങ്ങൾ സന്തോഷത്തോടെ നേരിടാൻ പഠിക്കണം. ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഈശോയെ പ്രതി സഹിക്കാൻ, ഈശോയെ പ്രതി അഴിഞ്ഞില്ലാതാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ക്ലേശങ്ങളിലും സഹനങ്ങളിലും നിരാശപ്പെടാതെ, അസ്വസ്ഥപ്പെടാതെ, കുരിശില്ലാതെ കിരീടമില്ല എന്ന വലിയ ബോധ്യത്തോടു കൂടെ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ കഷ്ടതകളെ, നമ്മുടെ സഹനങ്ങളെ, വേദനകളെ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളെ പരാതി കൂടാതെ സഹിക്കാൻ, സന്തോഷത്തോടെ സഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഗോതമ്പ് മണി അഴിഞ്ഞില്ലാതാകുന്നത് പോലെ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ലൗകിക മോഹങ്ങൾ, ജഡിക സന്തോഷങ്ങൾ ക്രൂശിതനായ ഈശോയെ പ്രതി സഹിക്കാൻ, ത്യജിക്കാൻ നമുക്ക് തയ്യാറാകാം. ഈ നോമ്പുകാലം ധന്യമാകട്ടെ. ഈ നോമ്പുകാല ചൈതന്യം നമ്മൾ ജീവിതത്തിൽ പകർത്താനായിട്ട് സാധിക്കട്ടെ.
അഴിഞ്ഞില്ലാതാകലിൻ്റെ ആ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ഈശോയ്ക്ക് വേണ്ടി എല്ലാം ത്യജിക്കാനും സഹിക്കാനും നമുക്ക് തയ്യാറാകാം. ക്രൂശിതനായ ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.